വീട്ടിലേക്ക് തിരികെ വന്ന രോഹി ഏകദേശം ഒന്നൊന്നര ആഴ്ച കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മൂവ് ഓൺ ആവുകയാണ്. അവൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുറച്ച് മാറുന്നുണ്ട്. അലീനയുടെ നിർദ്ദേശപ്രകാരം ബാലചന്ദ്രൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം അവനുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ബെറ്ററായി വരികയാണ്. എന്നിരുന്നാൽ പോലും അലീനയോടുള്ള ദേഷ്യം അവന് മാറുന്നില്ല കേട്ടോ. അലീനയാണ് തന്നെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതെന്ന കാര്യമൊന്നും അവനറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും അവളോട് നല്ല ദേഷ്യമാണ്. വൈജയും ബബിതയും അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ശരിക്ക് അവൻ എരിവേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അമ്മ ഹോസ്പിറ്റലായത് അലീന കാരണമാണ്. അച്ഛന് അറ്റാക്ക് ഉണ്ടായതും വീട് തകർന്ന് തരിപ്പണമായതും നീ ജയിലിലേക്ക് പോകാൻ കാരണക്കാരിയും എല്ലാം അലീനയാണ് എന്നും പറഞ്ഞ് അവൻ്റെ മനസ്സിലാകപ്പാടെ വിഷം കുത്തി നിറയ്ക്കുകയാണ് കേട്ടോ വൈജ രോഹിയോട് പറയുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ അച്ഛൻ്റെ മകളൊന്നുമല്ല ആ പെണ്ണ്. നിൻ്റെ അച്ഛനെ കുഞ്ഞുനാൾ മുതലേ എനിക്കറിയാം. എന്നെ പ്രസവിച്ച സമയം മുതലേ അവിടെയുള്ള ആളാ ഈ പറഞ്ഞ ബാലചന്ദ്രൻ. നിൻ്റെ അച്ഛൻ അയാളെ കാണാനായിട്ട് ഞാൻ ഇരുന്നത് 2 വർഷം മാത്രമാണ്. ആ സമയത്ത് അയാൾ ദുബായിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് ഇവിടെയുള്ള ഒരു കാമുകിയായിരുന്നല്ലേ? ഒരിക്കലുമില്ല. പ്രായപൂർത്തിയായപ്പോൾ തൊട്ടേ അയാൾ സ്നേഹിച്ചത് എന്നെ മാത്രമായിരുന്നു. പിന്നെ എങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു അവിഹിതം? ഉറപ്പായിട്ടും അയാൾ പറഞ്ഞ കള്ളത്തരാ. ഇത് അയാൾ ഇവിടെ വന്നതിന് ശേഷം അയാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ കേട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അതാണ് സത്യം എന്ന് പറയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും അമ്മേ. നിനക്ക് എന്തറിയാടാ? ഞാൻ പറഞ്ഞതേ സത്യ അല്ലേ ബബിതേ? ഞാൻ കണ്ടിട്ടുണ്ട് അയാളും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എന്നെപ്പോലും ആ മുറിയിലേക്ക് കയറ്റാത്ത ആൾ അവളെ കയറ്റുന്നു. അതിനൊക്കെ അർത്ഥം എന്താ? എങ്കിലും എൻ്റെ പ്രായമില്ലേ അവൾക്ക്? 10-21 വയസ്സുള്ള പെണ്ണല്ലേ? അച്ഛൻ്റെ മോളുടെ പ്രായമില്ലേ? എടാ ഇതിനൊക്കെ എന്ത് പ്രായം? അയാൾക്ക് ഒരു കൊച്ചു പെണ്ണെ കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു, മോഹിച്ചു. കോടീശ്വരനല്ലേ? പിന്നെ അയാൾക്ക് മോഹിച്ചാൽ എന്താ തെറ്റ്? വല്ല അനാഥാലയത്തിൽ കിടന്ന ഏതോ ഒരുത്തി പിഴച്ചു പറ്റ അവളാണെങ്കിലോ വലിയ വീടും പത്രാസും പ്രതാപവും എല്ലാം കണ്ടപ്പോൾ അവിടുത്തെ മുതലാളിയെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അത് തന്നെയാ സത്യം. പണ്ട് കാലം മുതൽക്കേ ഇതൊക്കെ നടന്നു പോയിരുന്നതല്ലേ? നിൻ്റെ അച്ഛനോട് അന്ന് രാത്രിയിൽ ചോദിച്ചതാ, ഞാനാണോ അതോ അലീനയാണോ നിങ്ങൾക്ക് വേണ്ടേന്ന്. ആ നിമിഷം നിൻ്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? ആരൊക്കെ ഇവിടെ ഇല്ലെങ്കിലും അലീന വേണമെന്ന്. അതിനർത്ഥം എന്താടാ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. രാത്രി 1 മണിക്ക് കാറെടുത്ത് പോയെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ വിമർശിച്ചു. പക്ഷേ ഒരു ഭാര്യ എന്നോണം എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയ്ക്ക് വെറുപ്പാണ് നിൻ്റെ അച്ഛനോട് എനിക്കിപ്പോൾ. അയാൾക്കും അങ്ങനെ തന്നെയാണ്. അലീന എപ്പോഴും അയാൾക്ക് ആ ഒരു ടോക്ക് മാത്രമേ ഉള്ളൂ. ദേ നിൻ്റെ ബബിത അനിയത്തി അവിടെ ഉണ്ടായിരുന്നല്ലോ, ചോദിച്ചു നോക്ക് അയാളുടെ ബിഹേവിയർ അങ്ങനെയാണെന്ന് അലീനയോട്. ശരിയാട്ടാ, അമ്മ പറഞ്ഞല്ല ശരിയാ. ഈ വീട്ടിലെ മുഴുവൻ അധികാരം ഇപ്പോൾ അച്ഛൻ ആ പെണ്ണിന് കൊടുത്തിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് അവളാ. എന്ത് കഴിക്കണം, എപ്പോൾ പോകണം, എപ്പോൾ വരണം എല്ലാം തീരുമാനിക്കുന്നതേ അവളാ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിൽക്കാനിപ്പോൾ എനിക്കിഷ്ടമില്ല ഏട്ടാ. അമ്മ പറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മയുടെ കൂടെ ആ വീട്ടിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. അല്ലാതെ അവളുള്ളിടത്തേക്ക് എനിക്ക് പോകാൻ ഇഷ്ടമില്ല ഏട്ടാ. ഞാൻ വരുന്നുമില്ല. രോഹി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ എന്താണ് ആലോചിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞൊന്നും നിനക്ക് വിശ്വാസമില്ലേ? അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കൃഷ്ണ എന്താ ഇവളിത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നേ? സ്വന്തം ചേച്ചിയെ പോലെ കൊണ്ടു നടക്കുകയാണല്ലോ. നിൻ്റെ അച്ഛൻ്റെ പെറ്റ അവള്. കുഞ്ഞുനാൾ മുതലേ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ. എന്നേക്കാൾ അവൾക്ക് പ്രിയം അച്ഛനോടായിരുന്നു. പാലുകൂടി കഴിഞ്ഞാലേ അവൾ അപ്പം പോവും അച്ഛൻ്റെ അടുത്ത്. ആ സ്വഭാവക്കാരിയാം. അച്ഛൻ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അവൾക്ക് എന്തറിയാടാ? 10-13 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് ചിന്തിക്കാനാവും? അച്ഛൻ പറഞ്ഞത് വേദവാക്യെന്നും കരുതി ആ പാവം വിശ്വസിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും അവളെ കൂടി മാറ്റിയെടുക്കണം എന്ന് വൈജ പറയാണ്. അപ്പോൾ അങ്കിൾമാരോ? ഗംഗേട്ടനും അങ്കിളും അതുപോലെ ശിവനങ്ങളും രാജീവങ്ങളും എല്ലാവരും ഇപ്പോൾ അവളുടെ കൂടെയാണ്. അച്ഛനെയും അവളെയാ സപ്പോർട്ട് ചെയ്യുന്നേ. അങ്ങനെ കെട്ടാനും പറക്കാനൊക്കെ ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുമോ? അമ്മേനെ ആലോചിച്ച് നോക്കിയേ. അവളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലാൻ വരെ അവർ തീരുമാനിച്ചതാ. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്കൊരു മാറ്റം ഉണ്ടായത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് രാത്രിയിൽ അവളെ തട്ടിക്കൊണ്ടുപോകാൻ വരെ അന്ന് അവർ ചെയ്തതാ. തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അന്ന് ബാലേന്ദ്രനാ പോയി രക്ഷപ്പെടുത്തിയത്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു കള്ളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവളെ എന്ന് തന്നെ അവർ തിരികെ കൊണ്ടുവന്ന് വിട്ടതും പിന്നെ അവളോട് ഭയങ്കര സ്നേഹമായതും? അമ്മേ, അത് മാത്രമല്ല
അവർ കാണാൻ വരുമ്പോൾ പോലും ഇപ്പം ഞങ്ങളോടല്ല സംസാരിക്കുക, അവളോടാ. അലീന മോളെന്നാ അവർ വിളിക്കുന്നത്. ഭയങ്കര സ്നേഹ. അവളും ഇപ്പോൾ അങ്കിളെന്നാ വിളിക്കുക. അതാ ഞാൻ പറഞ്ഞത്, എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടമ്മേ. ഈ പറഞ്ഞവള് ഒരു കൂടത്തരക്കാരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാ, കൈവശം കൊടുത്ത് എല്ലാവരെയും മയക്കാൻ അവൾ മിടിക്കുക എന്നൊക്കെ വൈജിയും പറയാണ്. അങ്ങനെ മൂവർ സംഘവും കൂടി ഹോസ്പിറ്റലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രോക്കർ വിളിച്ച് നാളെയോ നാളെ കഴിഞ്ഞോ നിങ്ങൾക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, വീടെല്ലാം ഓക്കെയാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്കും ബബിതയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനോടൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ട, ബാഗും എടുത്ത് രാവിലെ തന്നെ ഇങ്ങോട്ട് പോരെ, ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ബബിതയും രോഹിയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇവർ പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഡ്രസ്സുകളും തുണികളും ബാക്കി എല്ലാ സാധനങ്ങളും ബബിത പാക്ക് ചെയ്യുന്നത് കാണുമ്പം കൃഷ്ണ ചോദിക്കുകയാണ്, അല്ലേ ചേച്ചി എങ്ങോട്ട് പോവാ ബാഗൊക്കെ പാക്ക് ചെയ്ത്? ഇവിടുത്തെ വാസവേ ഞാനങ്ങ് അവസാനിപ്പിച്ചു. എൻ്റെ അമ്മ പുതിയൊരു വീടെടുത്തിട്ടുണ്ട്, നാളെ അങ്ങോട്ടേക്ക് മാറാന്നാ അമ്മ പറഞ്ഞത്. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ചേച്ചി എന്തായി പറയുന്നേ? ഇതല്ലേ നമ്മുടെ വീട്, നമ്മുടെ അച്ഛനുള്ളത് ഇവിടെയല്ലേ? ചേച്ചി എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരല്ലേ വേണ്ടത്. അതിന് ചേച്ചി കൂടി അങ്ങോട്ട് പോവാണോ? ഞാനെന്തിനാടി ഇങ്ങോട്ട് വരുന്നത്? ഇതേ ഒരു നാശോ, ഒരു നരകം പിടിച്ച വീട്. ആ അലീന ഉണ്ടല്ലോ ഇവിടെ, അവളാ എല്ലാത്തിനും കാരണക്കാരി. അവളുള്ള ഈ വീട്ടിൽ ഒരിക്കലും ഞാൻ നിൽക്കില്ല. അതുപോലൊരു ശകനം പിടിച്ചവൾ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാ ഈ വീടിൻ്റെ നാശം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മ കിടപ്പിലായി, അച്ഛൻ അറ്റാക്ക് വന്നു, രോഹിയേട്ടൻ ജയിലിൽ, അതുപോലെ തന്നെ എല്ലാം തകർന്നടിഞ്ഞില്ലേ, നമ്മുടെ ഷോപ്പുകളും എല്ലാം ഡൗൺ ആയില്ലേ. അത് മാത്രമാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം അമ്മ അച്ഛനും ഡിവോഴ്സ് ആകാൻ പോവാ, രണ്ടുപേരും വേറെ പിരിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ആരാ? അലീനയല്ലേ? എന്നിട്ട് നീ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണേ, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളോട് വരാം. അച്ഛനിപ്പോൾ അലീന മതിയല്ലോ, അതുകൊണ്ട് അച്ഛൻ അലീനയെ കെട്ടിപ്പിടിച്ച് നിൽക്കട്ടെ. നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. എന്തായാലും ചേച്ചി ഞാൻ വരില്ല, എനിക്ക് എൻ്റെ അച്ഛനാ വലുത്. അഹങ്കാരം കാണിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതേ അമ്മയാ. ആ അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരില്ല, നിങ്ങൾ പോയാൽ മതി, നശിക്കാനേ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കഥക് വലിച്ചടക്കാണ് ബബിത. അപ്പോഴേക്കും അലിനെ ചോദിക്കുക, എന്താ മോളെ, എന്താ ഒരു വാക്ക് തിറക്കം? അല്ല, അമ്മ പുതിയ വീടെടുത്തെന്ന് ചേച്ചി, അങ്ങോട്ടേക്ക് ഇവർ പോവാന്ന്. അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു ചേച്ചി. അങ്ങനാണെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല കൃഷ്ണമോളെ. ഞാൻ ഉടൻ തന്നെ ഇവിടുന്ന് പോകണം. നിങ്ങളുടെ അമ്മ വീട് മാറിയാൽ പിന്നെ അത് വലിയ വിഷയമാവും. അച്ഛൻ ഡിവോഴ്സ് പേപ്പർ വന്നതിന് എന്നെ കലിപ്പിയിരിക്കുക, അതിലൊപ്പോഴും വാശിക്കിരിക്കുക. ആ ഒരു സമയത്ത് ഇങ്ങനെ വീടും കൂടെ മാറിയാ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീനയാണെങ്കിലോ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പം അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? അച്ഛാ, അത് പിന്നെ ബബിതേച്ചി രോഹിതേട്ടനൊക്കെ നാളെ അമ്മയുടെ കൂടെ വേറെ വീട്ടിലേക്ക് പോവാന്ന്. വേറെ വീട്ടിലേക്കോ? അതെ അച്ഛാ, അവർ വേറൊരു ഫ്ലാറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങോട്ട് പോവാന്നാ പറഞ്ഞത്. പോകുന്നവരൊക്കെ പോട്ടെ, അതിന് നിങ്ങൾക്കെന്താ വിഷമം? അച്ഛാ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ? ബബിതേച്ചിയും രോഹിയേട്ടനും അമ്മയൊക്കെ ഉള്ളതല്ലേ അച്ഛാ നമ്മുടെ വീട്. അവർ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട് എന്തിനു കൊള്ളാച്ചാ? അച്ഛാ, ഒന്നും അവരോട് പോണ്ടാന്ന്. എൻ്റെ കൃഷ്ണമോളെ, നിൻ്റെ അമ്മയുണ്ടല്ലോ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധന. ഞാനല്ല, ചത്തുപോയവരുടെ അച്ഛൻ വന്ന് പറഞ്ഞാൽ പോലും അവൾ അനുസരിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞാണോ അവൾ അനുസരിക്കുക? ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ശിവേട്ടനും കമലേട്ടത്തെയും രാജീവനും ഒക്കെ പോയിരുന്നു. ആര് പറഞ്ഞിട്ടും അവൾ അംഗീകരിച്ചില്ല. ഏതോ ഒരു വീട് ഏർപ്പാടാക്കിയെന്നൊക്കെ ഗോവർദ്ധനോട് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, രോഹിയെയും ബബിതയും ഇന്നലെ അവൾ അങ്ങോട്ട് വിളിപ്പിച്ചതേ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാ. എനിക്ക് അപ്പോഴേ തോന്നി രണ്ടുപേരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് തന്നെ പോകുന്നു. ഇന്നല്ലച്ചാ, നാളെ പോകുന്നാ പറഞ്ഞത്. നാളെ അവൾക്ക് ഡിസ്ചാർജാ. അപ്പോൾ ഡിസ്ചാർജ് വാങ്ങി മക്കളെയും കൊണ്ട് വേറെ വീട്ടിലേക്ക് പോകാനാ അവളുടെ പ്ലാനിങ്. എന്തായാലും നടക്കട്ടെ. ഒരു ശരി കൂടി ഡിവോഴ്സും ഒരു മാറ്റത്താമസമൊക്കെ നല്ലതാ. അല്ല, നീ രണ്ട് മക്കളും എൻ്റെ കൂടെ കാണൂലല്ലേ? ആ രണ്ട് മക്കളെയും അവൾ കൊണ്ടുപോവാം. അച്ഛാ, ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് പേടിയാവുക. ഞാൻ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചേനെ. അതെ, നീ വരാതിരുന്നെങ്കിലേ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചേനെ. ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ വയച്ചൊരു അടിമയായിട്ട് എൻ്റെ ഭാര്യ ഭയങ്കര പുണ്യവതിയാണെന്ന് കരുതി അവളുടെ കൂടെ ഞാനും ജീവിച്ചേനെ എന്നൊക്കെ പറയുന്നത് കേട്ട് അലീനയ്ക്ക് സങ്കടമാകുന്നുണ്ട്.
അലീന പറയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയാം. അങ്ങനെ മേഡം വേറെ വീടെടുത്ത് മാറിയാൽ സത്യമായിട്ടും ഞാനവിടെ നിൽക്കില്ല. അല്ല നീ എങ്ങോട്ട് പോവാ? ഞാൻ വന്നോണ്ടല്ലേ പ്രശ്നം. ഞാനിവിടെ ഉള്ളതുകൊണ്ടല്ലേ മേഡം ഇങ്ങോട്ടേക്ക് വരാത്തത്. ഞാൻ പോയി കഴിഞ്ഞാൽ മേഡം വരുമല്ലോ. മേഡം ഇങ്ങോട്ടേക്ക് വരണം. അച്ഛനും മേഡവും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അതിൽ പല സന്തോഷം എനിക്ക് വേറെ എന്താച്ചാ ഉള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോകാമെന്ന് കരുതണ്ട. നിന്നെ ഞാൻ വിടില്ല. നീ ഉള്ളിടത്ത് വരാമെങ്കിൽ അവൾ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. അച്ഛാ, അമ്മയുടെ കണ്ണിൽ ഞാൻ അച്ഛൻ്റെ മകളല്ല, അമ്മയുടെ മകളും അല്ല. പിന്നെ ആരാന്ന് ചോദിച്ചാൽ അച്ഛൻ കെട്ടാൻ നടക്കുന്നൊരു പെണ്ണ്. ആ ഒരു ചിന്താഗതിയാ അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിൽ. അതുകൊണ്ടാണ് എന്നോട് ഇത്രയ്ക്ക് വെറുപ്പ്. ഒരു ഭാര്യ എന്ന നിലയിൽ അമ്മ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലേ? അപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്നതോ? അത് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടാനില്ലാതെ ഉത്തരം മുട്ടി അവൾ നിൽക്കുകയാണ്. എൻ്റെ മക്കളും ഭാര്യയും കൂടി എനിക്കിട്ട് പണി തരാൻ നോക്കുക. അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ, എൻ്റെ ചിലവാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാളും അദ്ദേഹം കയറിപ്പോവാണ്. ഈ സമയം രോഹി മുറി പോയിരുന്നിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെ അമ്മയുടെ കൂടെ പോകണോ അതോ അച്ഛൻ്റെ കൂടെ നിൽക്കണമെന്ന്. അവൻ ആകെപ്പാടെ കൺഫ്യൂഷനായിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ കയറി ചെല്ലുന്നുണ്ട്. എന്താടാ പാക്ക് ചെയ്ത് തുടങ്ങിയില്ലേ? ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. ഏകദേശം പാക്ക് ചെയ്ത് തീരാറായി. നിൻ്റെ അനിയത്തി അവിടെ. നീ പാക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുന്നതിന് തീരുമാനിച്ചല്ലോ. നടക്കട്ടെ, ആയിക്കോട്ടെ. അമ്മയും മക്കളും ചേർന്ന് എന്നെ തോൽപ്പിക്കുക. നിൻ്റെ അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ ഞാനേ സൈൻ ചെയ്ത് അയക്കാൻ പോവാം. ഇനിയിപ്പോൾ ഈ ജീവിതം തുടർന്ന് പോകുന്നതിൽ അർത്ഥമൊന്നും ഇല്ലല്ലോ. എന്തായാലും നീ പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. നിൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോകണ്ടല്ലോ, നീ പൊയ്ക്കോടാ എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്തു ചെയ്യണം എന്നറിയാതെ ആ രോഹി വിഷമിച്ച് നിൽക്കായിരിക്കും. അങ്ങനെ അലീനയും കൃഷ്ണമോളും കൂടി രാത്രിയിലത്തേക്കുള്ള ഡിന്നറൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് കഴിക്കാനൊന്നും ആയില്ല ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അല്ലേ ചേച്ചി, 7 മണിയല്ലേ ആയുള്ളൂ. സാധാരണ 8 മണിയാവാതെ ഫോൺ താത്തു വെക്കാത്ത ചേച്ചി ഇപ്പം ഞാൻ നേരത്തെ. എനിക്ക് നേരത്തെ കഴിച്ചിരുന്ന് കിടക്കണം, രാവിലെ വെളുപ്പിനെ പോകാനുള്ളതാ. അലീന പറയാണ്, ഒരു 15 മിനിറ്റ് കൂടി ഇപ്പം റെഡിയാവും. നാശം, നേരത്തെയും കാലത്തെയും ഒന്നും ഉണ്ടാക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് ഉണ്ടാക്ക് എന്ന് കൃഷ്ണൻ പറയുമ്പോൾ, ഡെഡി ഞാനേ നിന്നോടൊന്നും സംസാരിച്ചില്ല. പിന്നെ ഞാൻ അവിടുത്തെ ലാസ്റ്റ് ഡേയാ, അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് കയറിപ്പോണുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരികയാണ്. എന്താ അവൾ പറഞ്ഞിട്ട് പോയത്? ഒന്നുമില്ല അച്ഛാ, കുറച്ച് നേരം വൈകി, നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടക്കണമെന്ന്. രാവിലെ പോകാനുള്ളതല്ലേ, ആ ധൃതിയില്ല പുള്ളിക്കാരി. എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തല്ലേ? പാക്ക് ചെയ്ത് വെച്ചാ? ഞാൻ ചെന്നപ്പോൾ രോഹിയുടെ പാക്കൊന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്യേണ്ടെന്നറിയാതെ അവൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു പൊക്കോളാൻ, അല്ലെങ്കിലേ അവർ ഒറ്റയ്ക്കായി പോകത്തില്ലേ വൈജയ്ക്ക് ഒരു കൂട്ട് വേണമല്ലോ, രണ്ടുപേരും കൂടി പോട്ടെ, അല്ലാതെ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് ഡെസ്കിൽ പോയിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ അലീനയും കൃഷ്ണമോളും കൂടി ഫുഡ് റെഡിയാക്കിയതിന് ശേഷം എല്ലാവരെയും വിളിക്കുകയാണ്. ബബിതയും രോഹിത്തും ഒക്കെ അങ്ങോട്ടേക്ക് എണീച്ച് വരുന്നുണ്ട്. എല്ലാവരും കഴിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഇത് രോഹിത്തിൻ്റെയും ബബിതയുടെയും ഈ വീട്ടിലെ അവസാനത്തെ അത്താഴം അല്ലേ എന്ന് ചോദിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഇപ്പോഴാണ് മനസ്സമാധാനമായത്. ഇവളുള്ളടത്ത് നിൽക്കണ്ടല്ലോ. ഇത്രയും കാലം കടിച്ചു പിടിച്ച് എൻ്റെ അമ്മയെന്ന് വരാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് സമാധാനമായിട്ട് പോകാമല്ലോ. ഇവളുടെ ആട്ടും തുപ്പും കൊണ്ട് ഈ വേലക്കാരുടെ കീഴിൽ കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇവളല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഭരണം. അങ്ങനെ ഇവളുടെ കീഴിൽ കിടക്കേണ്ട കാര്യമൊന്നും എനിക്ക് എന്തായാലും ഇല്ല. എൻ്റെ അമ്മ വേറെ വീടെടുത്തിട്ടുണ്ട്, ഒരു ഹോം നേഴ്സ് റെഡിയാക്കി. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയാൻ കേട്ടോ. ബാലൻ പറഞ്ഞിട്ട്, ശരി ആയിക്കോട്ടെ, എല്ലാം നിന്റെ തീരുമാനം പോലെ. ഇപ്പോൾ അച്ഛനേക്കാളും വലിയ പെണ്ണായി പോയില്ലേ, അപ്പം പിന്നെ തീരുമാനങ്ങളെല്ലാം സ്വന്തമായിട്ട് എടുക്കണമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ബബിത ഒന്നും മറുപടി പറയുന്നില്ല. ഈ സമയത്ത് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ, എന്താടാ നിൻ്റെ അഭിപ്രായം, നീയും പോവാണോ? അത് പിന്നെ അലീനുള്ളിടത്തേക്ക് അമ്മ വരില്ല, പിന്നെ ഞാൻ എങ്ങനെ നിൽക്കും അച്ഛാ? അമ്മ എന്നോട് പറഞ്ഞു അലീനെ അച്ഛൻ ഒഴിവാക്കാൻ തയ്യാറല്ലെന്ന്. അച്ഛന് ഇവളെ ഒഴിവാക്കിയാൽ എന്താ കുഴപ്പം? ഇവളെ ഒഴിവാക്കിയാൽ ആ നിമിഷം അമ്മ ഇങ്ങോട്ടേക്ക് വരില്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയത്തില്ലേ? അച്ഛനത് ചെയ്യില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലീനെ പറഞ്ഞുവിട്ടിട്ടുള്ള ഒരു സന്തോഷവും എനിക്ക് വേണ്ട. അച്ഛൻ്റെ ഈ വാശി കൊണ്ടാ അമ്മ വരാത്തത്. ഇവള് വെറും സെർവൻ്റ് ഇല്ല അച്ഛാ, പിന്നെ ഇവളെ പറഞ്ഞിട്ടാ എന്താ കുഴപ്പം? ബബിതേ, നിന്നോട് ഞാൻ പറഞ്ഞു അവളെ വിളിക്കരുത്. നിന്റെ ചേച്ചിയായത് അലിന ചേച്ചി അങ്ങനെ വിളിക്കാവുള്ളൂ.
ഇത് കേൾക്കുമ്പോഴാ ഞങ്ങൾക്ക് ദേഷ്യം വേണം അച്ഛാ. ഇവളെ ഞങ്ങൾ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? ഞങ്ങൾക്കറിയാം ഇതച്ഛൻ്റെ മകളൊന്നും അല്ലെന്ന്. കള്ളം പറയാം അച്ഛൻ. ഇവളെ എപ്പോൾ അച്ഛന് കൂടെ താമസിപ്പിക്കണം, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ദേ ബബിതേ, എൻ്റെ കൈപ്പാങ്ങനിരിക്കുന്നത് നല്ല അടി കിട്ടും, പറഞ്ഞേക്കാം. ഞാൻ നിൻ്റെ അച്ഛനാ, ആ ഓർമ്മ നിനക്ക് വേണം എന്ന് പറയുമ്പോൾ ബബിത പറയാണ്, ആ ഒരു ഓർമ്മ അച്ഛനും കൂടി വേണം. ശരി, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ നിനക്കും രോഹിക്കും സംശയം ഉണ്ടെങ്കിലേ ആലിനെ കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾ DNA എടുത്തോ. നിങ്ങളുടെ ചോരയാണോന്നറിയാൻ അത് മതിയല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും 3 പേരുടെ 6 DNA വെച്ച് വേണമെങ്കിലും അവൾ ടെസ്റ്റ് ചെയ്തോ. അപ്പം മനസ്സിലാവുമല്ലോ അതെൻ്റെ മകളാണോ അല്ലയോ എന്നൊക്കെ എന്ന് പറയാണ്. അപ്പോൾ ബബിതയും രോഹിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താണ് രോഹി, നിനക്ക് ടെസ്റ്റ് ചെയ്യണോ? നീയും പോയി ചെയ്തോ. ഞാൻ പറഞ്ഞതിൽ തുള്ളിയെങ്കിലും വ്യത്യാസം വരുമെന്ന് അപ്പം അറിയാം. എൻ്റെ മകളാണെന്ന് പറഞ്ഞതേ സത്യ. നിൻ്റെയൊക്കെ ചോരയാവള്. ഇത് നിൻ്റെയൊക്കെ മേൽ ആണായിട്ട് വേണമെങ്കിലും ഞാൻ പറയാം, ഇത് നിങ്ങളുടെയൊക്കെ മൂത്ത ചേച്ചി അല്ല തന്നെയാ എന്ന് പറയാൻ കേട്ടോ. പക്ഷെ ഒരിക്കലും ഇവർ മനസ്സിലേക്ക് തങ്ങളുടെ അമ്മയുടെ മകളാണെന്നുള്ള ചിന്ത വരുന്നില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയാണെങ്കിലോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. രോഹി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ രാവിലെ പോട്ടെ, മോൻ പൊക്കോ, അതാ നല്ലത്. നിന്റെ അമ്മയെ വിഷമിപ്പിക്കണ്ട. അമ്മ നിങ്ങൾ 2 പേരും കൂടെ ഉണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കല്ലേ, അതുകൊണ്ട് അത് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകി മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ബബിത ഒന്നും മിണ്ടാതെ എണീച്ച് കൈയും കഴുകി മുറി കയറി കഥ അടയ്ക്കുന്നുണ്ട്. രോഹിയും പോവാണ്. കൃഷ്ണയോട് അലീന പറയാണ്, കൃഷ്ണമോളെ, അച്ഛനോട് ഞാൻ എന്തായാലും പറയുന്നില്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് പോവും, തീർച്ചയായിട്ടും പോവും. നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും ഈ വീട്ടിൽ നിന്ന് വേറെ വീട് മാറി താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടുന്ന് പോയേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കടിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. ചേച്ചി കൂടി പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയാൽ അപ്പോൾ തന്നെ നിന്റെ അമ്മയും സഹോദരങ്ങളും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അതല്ലേ നിനക്ക് വേണ്ടത്? ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് നീയും നിൻ്റെ അമ്മയും സഹോദരങ്ങളും അച്ഛനെല്ലാം ചേർന്ന് വളരെ സന്തോഷമായിട്ടല്ലേ ഇവിടെ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇനി സന്തോഷമായിട്ട് കഴിയണം, അതെനിക്ക് കാണണം. അതുകൊണ്ട് ഞാൻ പോയേ പറ്റുള്ളൂ. നീ ഈ കാര്യങ്ങളൊന്നും അച്ഛനോട് പറയാൻ നിൽക്കേണ്ട. പിന്നെ മനുവേട്ടൻ്റെ സഹായത്തോടുകൂടി ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറിക്കോളാം. ചേച്ചി അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയണ്ട. ഇല്ല മോളെ, സംഭവം വഷളായിക്കൊണ്ടിരിക്കുക. നിന്റെ അച്ഛൻ ഇപ്പോൾ തന്നെ നല്ല കലിപ്പില. ഡിവോഴ്സ് നോട്ടീസ് അമ്മ അയച്ചിരിക്കുക. അമ്മച്ചൻ പറഞ്ഞത് കേട്ടല്ലോ, കോടതിയിൽ വെച്ച് അമ്മയുടെ തൊലി വിരിക്കുമെന്ന്. അതിനർത്ഥം എന്താ? സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നല്ലേ. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഉറപ്പായും ഇവർ ഡിവോഴ്സ് ആവും. അതിലും ഭേദം ഞാനിവിടുന്ന് പോണതാ മോളെ. മോളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാം ആരും അറിയണ്ടാവുന്നു. അങ്ങനെ സന്തോഷമായിട്ട് എങ്ങനെയെങ്കിലും ഒന്നിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നില്ല ചേച്ചി. അച്ഛൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ദേഷ്യ. അമ്മയുടെ മനസ്സിലും പരസ്പരം മനസ്സിലാക്കാതെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചോണ്ടിരിക്കുക. അതിനിടയിൽ നട്ടം തിരിഞ്ഞത് ഞാൻ ചേച്ചി എന്ന് പറയുമ്പം മോള് നല്ല ബോൾഡായിട്ടിരിക്കണം. എന്തായാലും അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പോവും, ഉറപ്പായിട്ടും അവരുടെ നിന്ന് വേറെ മാറി താമസിച്ചാൽ ഞാനിവിടെ പിന്നെ ഉണ്ടാവില്ല എന്ന് അലീന പറയാണ്. അലീന ആകെപ്പാടെ വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ രോഹിക്കും മുറിയിൽ പോയി കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല. രാത്രിയിൽ രോഹി താഴെ ഹാളിലേക്ക് ഇറങ്ങിയതാണ്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേസമയം അലീനയുടെ മുറിയിൽ വെളിച്ചം കാണുകയാണ്. എന്താണെന്നറിയാൻ വേണ്ടി രോഹി പോയി നോക്കുമ്പം അലീന അവിടെ ഇരുന്ന് ഡയറി എഴുതുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ലാതെ ഒരു ഫോട്ടോ നോക്കിയിരുന്ന് അവൾ കരയുന്നതും കാണിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഡയറിക്കുള്ളിൽ വെച്ചിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി കിടക്കുന്നതും വന്ന് ഡോർ ലോക്ക് ചെയ്യുന്നതൊക്കെ അവൻ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന അടുക്കളയിൽ ഒരു ജോലി ആയിരിക്കും കേട്ടോ. എന്തായിരിക്കും അവൾ ഡയറിയിൽ എഴുതിയത്, ആ ഫോട്ടോയിൽ എന്താ ഉള്ളത്, അത് ആരെയോ കണ്ടുപരിച്ചുകൊണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രോഹി പതിയെ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛൻ്റെ മകളാണെന്നുള്ളത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് കേട്ടോ രോഹി. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് ആ ഡയറി എടുത്തുകൊണ്ട് അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്യാണ്. ആ ഡയറിയിൽ തൻ്റെ ജനനം മുതൽ ഇവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അലീന എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ തുറന്നു നോക്കുമ്പോൾ തന്നെ ആദ്യം കിട്ടുന്നത് വൈജയുടെ ഫോട്ടോയാണ്. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ഇവളെന്തിനാ എൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഡയറിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രജിത്താമ്മയുടെ ഫോട്ടോ, പിന്നെ രേവതിക്കുട്ടിയുടെ ഫോട്ടോ, അങ്ങനെ പലരുടെ ഫോട്ടോയും ആ പേജിൽ തന്നെ ഒട്ടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തൊട്ട് അവൻ വായിച്ചു നോക്കുകയാണ്. പ്രജിത്താമ്മയുടെ ഹോസ്റ്റലിലേക്ക് കുഞ്ഞായമ്മ തന്നെ കൊണ്ടുവന്ന സമയം ആ ഒരു സന്ദർഭങ്ങളെല്ലാം അവൾ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രജിത്താമ്മ മരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വൈജയുടെ അച്ഛൻ വന്നതും അവിടെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതും കൊല്ലപ്പള്ളിയിലേക്ക് വന്നതും അവിടെ വെച്ച് ഹരി ഉപദ്രവിച്ചതും പിന്നെ മനുവിനോട് തനിക്ക് ഇഷ്ടമാണെന്നും അതുപോലെ രോഹിത് ഉപദ്രവിച്ചതും ഇങ്ങോട്ടേക്ക് വന്നതും എല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ട്. ആ കൂടെ തന്നെ തൻ്റെ അമ്മയാണ് വൈജയെന്നും
അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം രേവതിക്കുട്ടിയുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നും അച്ഛൻ താൻ വൈദ്യരുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതും അന്നു മുതലാണ് അറ്റാക്ക് ഉണ്ടായതും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും വിവരിച്ച് എഴുതിയിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ഇരുന്ന് രോഹിത്ത് ആ ഡയറി മൊത്തം വായിച്ചു തീർക്കാണ്. ഇന്ന് വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ല, പക്ഷേ എൻ്റെ അച്ഛൻ ഞാൻ മകളല്ലെന്ന് അറിഞ്ഞിട്ടും എന്നെ അടക്കി പിടിച്ച് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹത്തിന് ഞാൻ വില നൽകണം. നാളെ തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. വൈജാമ്മയും അതുപോലെ മക്കളും അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കണം. ഇത്രയും കാലം ഞാൻ ഈ വീട്ടിലില്ലായിരുന്നല്ലോ, അതുപോലെ തന്നെ മതി ഇനിയുള്ള കാലവും. ബന്ധവും സ്വന്തമൊന്നും നമുക്ക് ആവശ്യമില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കണം, അത് മാത്രമേ ഇനി ആഗ്രഹം എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റോറി അതിൽ എഴുതിയിരിക്കുകയാണ്. തൻ്റെ അമ്മയുടെ സ്വന്തം മകളാണെന്നും ഏതോ സ്റ്റാൻലിക്കും തൻ്റെ അമ്മയ്ക്കും ഉണ്ടായ മകളാണ് അലീനയെന്നും ഉള്ള സത്യങ്ങൾ അവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തൻ്റെ അമ്മയാണ് തന്നെ ചതിച്ചത്, അച്ഛനല്ല. അച്ഛനൊരു ശുദ്ധനാണെന്നും പാവമാണെന്നുള്ള എല്ലാ സത്യങ്ങളും രോഹിത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അച്ഛനെ കാണിക്കുന്ന ദേഷ്യവും വാശിയും എല്ലാം അതിൻ്റെ ബാക്കി പത്രമാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അലീന ഒരു പാവമാണെന്നും തങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയ്ക്ക് സാക്രിഫൈസ് ചെയ്തതെന്നും എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ഇത്രയും കാലം താൻ അച്ഛനെ ഒരുപാട് മോശമായി ചിത്രീകരിച്ചു. ഊണുമേശയുടെ മുമ്പിൽ വെച്ച് പോലും ഇപ്പോൾ ഭവിത അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞല്ലോ. അതെല്ലാം ഓർത്ത് അവൻ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. അലീനയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന് അവനുണ്ട് കേട്ടോ. എങ്കിലും ഈ രഹസ്യങ്ങളൊന്നും അമ്മ അറിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛനമ്മയുടെ ഡിവോഴ്സ് നടക്കുമെന്ന് അലീന അതിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും വൈജായി സത്യം അറിഞ്ഞാൽ എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പോൾ തന്നെ അച്ഛൻ ആ നിമിഷം ഡിവോഴ്സ് ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ഒരു തീരുമാനം എടുക്കുകയാണ്. അലീന തൻ്റെ ചേച്ചിയാണെന്നുള്ള കാര്യം തൽക്കാലം ആരും അറിയിക്കുന്നില്ല. ആ രഹസ്യം തൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കുഴിച്ചുവിടാൻ പോവാണ്. അത് മാത്രമല്ല, നാളെ തന്നെ അമ്മയുടെ കൂടെ പോവാണ്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അമ്മനെ അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം. ഡിവോഴ്സ് അത് മാറ്റിക്കളയണം. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം. അതിനുശേഷം എപ്പോഴെങ്കിലും അലീന അമ്മയുടെ മോളാണെന്ന സത്യം അമ്മയെ അറിയിക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള തീരുമാനം രോഹി എടുക്കാണ്. പക്ഷേ താൻ അറിഞ്ഞ സത്യം താൻ അറിഞ്ഞുവെന്ന് മറ്റാരും അറിയണ്ട. അതുപോലെ തന്നെ ഈ സത്യം ഇനിയും ആരും അറിയാൻ പാടില്ല എന്നും അവൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഡയറി അവൾ കാണാതെ കൊണ്ടേ അവിടെ വെക്കാണ്. അതിനുശേഷം രോഹിയും ബബിതയും ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കൃഷ്ണ കരഞ്ഞുകൊണ്ട് അവർ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ബബിതയും ഒട്ടും മൈൻഡ് ചെയ്യാതെ കയറി പോവാണ് കേട്ടോ. എന്നാൽ രോഹിത് പോയിട്ട് അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അലീനോട് പോകുന്ന സമയത്ത് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ രോഹിയും ബബിതയും അവിടുന്ന് പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും വൈജയനെയും ബാലചന്ദ്രനെയും ഒന്നിപ്പിക്കാനായിട്ട് അലീനയും അവിടുന്ന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറീസൊക്കെ രോഹിത്തിന് എങ്ങനെ ആയിരിക്കും ഇവർ ഒന്നിപ്പിക്കാൻ പോവാ തൻ്റെ ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയ കാര്യം അലീനയോട് പറയോ എന്നൊക്കെയുള്ളത് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.